ഹലോ! ഇന്ന് രാവിലത്തെ റുട്ടീനാണേ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പം 7:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തല പൊന്തിക്കാൻ വയ്യാട്ടോ. എന്നാലും വേഗം എഴുന്നേറ്റ് വന്നു. കാരണം തൂമുനെ സ്കൂളിൽ വിടണം. അപ്പോൾ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. തൂമുനും ബ്രെഡും ചോക്ലേറ്റ് സ്പ്രെഡും കൊടുത്തു വിടാം. പാച്ചുവിനും ബ്രെഡ്, ചാക്കോച്ചനെ ഇന്നും സ്കൂളിൽ വിടുന്നില്ല. അവനൊന്ന് ഹോസ്പിറ്റലിൽ റിവ്യൂവിന് കൊണ്ടുപോകണം. അവൻ്റെ ചുണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര അവന് പനിയില്ല ആക്ച്വലി. പക്ഷെ അവൻ്റെ ചുണ്ടിലെ റെഡ്നെസ് പോണില്ല. അപ്പോൾ ദേ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഡിംപിൾ ഉറക്കത്തീന്ന് എഴുന്നേറ്റ് വന്നിട്ട് തൂമുൻ്റെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ദേ കാപ്പി വെക്കുന്നുണ്ട്. 5 പേർക്കും കപ്പിലാക്കി വെച്ചാ എഴുന്നേറ്റ് വരുന്നവരനുസരിച്ച് കുടിക്കും ട്ടോ. അങ്ങനെ എന്താ പറയാ, ദേ എനിക്ക് ഒരു കുരുക്കഴിക്കുന്ന മാതാവ് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് കസ്റ്റമറിന് അയക്കുകയാണ് കേട്ടോ. അതായത് ഫുൾ വീഡിയോ എടുത്തിട്ട് മാതാവിനെ ഫുൾ കാണിക്കുകയാണേ. ഇപ്പോഴും നമ്മുടെ കയ്യിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണേ. അങ്ങനെ ഡോൺ ചേട്ടന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ദേ നമ്മൾ പാച്ചുവിനെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ പാച്ചു കൂടെ ഇരുന്നതിന് ചാക്കോ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ദേ എൻ്റെ മുഖം കണ്ടോ, ഞാനിപ്പം തലയും കുത്തി വീഴും. പക്ഷെ ചാക്കോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. കാരണം അവന് എന്താണെന്നറിയത്തില്ല, ഭയങ്കര ടയേർഡാണ്. ഒന്നും മിണ്ടണില്ല. ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നെ ചുണ്ടത്ത് എങ്ങനെയാന്ന് വെച്ചാല് ഒന്ന് ഡ്രൈ ആവുമ്പോ ആ ഡ്രൈ ആയ തൊലി അവൻ പറിച്ച് കളയും. അപ്പം കുറച്ച് ദശ അങ്ങനെ പോകും. പിന്നെ ചോര വരും. അപ്പം പറഞ്ഞു വന്നപ്പം മമ്മിക്ക് ആ ഒരു സ്വഭാവം ഉണ്ടെന്നാണ് ഡിംപിൾ പറഞ്ഞത്. അപ്പോൾ കുട്ടി എന്താ പറയുക, ഒരു ബ്ലഡ് റിലേഷൻ കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ ദേ പാച്ചുവിന് വലിയ താല്പര്യം ഇല്ല പോവാൻ. ഞാൻ വരാം ഹോസ്പിറ്റലിൽ എന്നൊക്കെ ചോദിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, നിങ്ങൾ ലുലുവിലാണോ പോണേ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ലുലുവിലല്ല പോണേ. എന്താടാ നിനക്ക് മാത്രം ലുലുവിൽ പോവാൻ പാടുള്ളൂ. അപ്പോൾ അവൻ ചിരിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ദേ ചാക്കോ ഇരിക്കണ കണ്ടോ, ചുണ്ട് ദേ ഇതിപ്പോൾ ഇന്നലെ പൊട്ടിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞത് പനിയുടെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തൊണ്ടയിലെ ആ ഒരു അടപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അതാണ് അവൻ ഇപ്പം ഞാനതിൽ 2 ദിവസമായിട്ട് ഭക്ഷണം വളരെ, അതായത് ചോറ് കഴിക്കുന്നില്ല. കാരണം ഇറക്കാൻ പറ്റുന്നില്ല. ആ സെയിം ബുദ്ധിമുട്ടാണ് അവനും ഉള്ളത് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സാജി സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറാണ് നമുക്ക് ബുക്ക് ചെയ്ത് തരുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും സാജി സാറിനെ വിളിച്ചാൽ അതെല്ലാം പക്കയായിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോ ഓക്കെയാണ്. എന്നാലും 2-3 ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്തായാലും നാളെ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഹോളിഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് ഉഷാറാവുമ്പോൾ മൂപ്പര് തുള്ളിച്ചാടും കേട്ടോ. ആ തുള്ളിച്ചാടൽ പിന്നെയും ടയേർഡാവും. അങ്ങനെയാണ്. ആകെ ക്ഷീണിച്ചു കേട്ടോ. നല്ലപോലെ വെയിറ്റ് കുറഞ്ഞു. ഡിംപിൾ പറയായിരുന്നു, പറഞ്ഞു പറഞ്ഞു കുട്ടിക്ക് വെയിറ്റും ഇല്ല, ഭക്ഷണം കഴിപ്പും ഇല്ല. അവൻ അങ്ങനെയായിരുന്നു കേട്ടോ. ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിക്കായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിപ്പും ഇല്ല, ഒന്നുമില്ല, ചൊടിയും ഇല്ല, ഒന്നുമില്ല കേട്ടോ. എന്നാലും അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, രക്ഷപ്പെട്ടു അതുകൊണ്ട്.